ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. എൻ്റെ കൊച്ചിന് സെക്കൻഡ് റാങ്കാണ്. ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിനൊരു പനി വന്നു. പനി വന്നപ്പോൾ അവൾക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. പ്രത്യക്ഷത്തിൽ ഒന്നുമില്ലെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്രാവശ്യം മിക്കവാറും എൻ്റെ മോക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുമായിരിക്കും എന്ന് ചിന്തിക്കാതിരിക്കത്തൊന്നുമില്ല. അങ്ങനെ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള വലിയ വിശുദ്ധന്മാരൊന്നും അല്ല നമ്മൾ. അങ്ങനെ ചിന്തിച്ചാൽ പാപങ്ങളുടെ ഏറ്റവും മുകളിൽ എഴുതാൻ പറ്റുന്ന ഒരു ലിസ്റ്റാണ് അത്. മറ്റൊരാളുടെ നഷ്ടത്തിൽ എനിക്ക് ലാഭമുണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നതിനോളം വലിയൊരു പാതകം വാസ്തവത്തിലില്ല. പക്ഷെ ഇന്നൊരു സാധാരണ ബന്ധുക്കോസുകാരനോട് അവൻ്റെ പാപത്തിൻ്റെ ലിസ്റ്റ് എഴുതാൻ പറഞ്ഞാൽ അവൻ പറയുമോ, കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാരണമായി തീർന്നത് എൻ്റെ കൊച്ചിനോട് കോമ്പീറ്റ് ചെയ്ത സെക്കൻഡ് റാങ്ക് കിട്ടിക്കൊണ്ടിരുന്ന പെൺകൊച്ചിന് പനി വന്നതുകൊണ്ടാണ്. അത് എനിക്കൊരു ഗൂഢമായ ആനന്ദം എൻ്റെ ഹൃദയത്തിലുണ്ടായി. എൻ്റെ വലിയൊരു പാപമായിരുന്നു, അതെന്നോട് ക്ഷമിക്കണം കർത്താവേ എന്ന് ആരെങ്കിലും എഴുതാൻ പോകുന്നു? എഴുതത്തില്ല. എന്തുകൊണ്ട്? അത് തെറ്റാണ് എന്ന് അവൻ ഒരിക്കലും തോന്നിട്ടില്ല. കള്ളനൊന്നുമല്ല അവൻ. അങ്ങനെ ചെയ്ത ആള് എന്തല്ല, കള്ളത്തരമൊന്നുമല്ല. കാര്യം ഇത് തെറ്റാണെന്ന് ഈ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഇന്നർ ബീയിങ്ങിലുണ്ടായ ഒന്നുമില്ല. ഇവൻ കൊടുത്തതല്ല പനി, ഉപദ്രവിച്ചതല്ല, ഒന്നുമില്ല, ഒന്നും ചെയ്തില്ല. ഒരു ഗൂഢമായ ഒരു ആനന്ദം, ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം. പക്ഷെ നമ്മുടെ ഹൃദയം അന്തർഭാഗം അൺക്ലീനായിപ്പോയി. അന്തർഭാഗം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, കർത്താവേ നീ എന്ത് ചെയ്യണം? എൻ്റെ അന്തരംഗത്തെ, എൻ്റെ ഇന്നർ ബീയിങ്ങിനെ നീ ഒന്ന് ശോധന ചെയ്യണം. അവിടെ എവിടെയെങ്കിലും ഒളിഞ്ഞു കിടക്കുന്ന തിന്മയുടെ എന്തെങ്കിലും അംശമുണ്ടെങ്കിൽ അതെനിക്ക് വെളിപ്പെടുത്തി തരണം. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് വരുന്നത് ശുദ്ധയും നിഷ്കളങ്കയും കറ, വാട്ടം, ചുളുക്കം, മാലിന്യം ഇത് ഒന്നുമില്ലാത്ത ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ചർച്ചിനെ തിരക്കിയാണ് കർത്താവ് ഒന്നാമത് വന്നത്. കർത്താവ് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെയാണ് തേടി വന്നത്. നമ്മുടെയൊക്കെ ചിന്ത രണ്ടാമത് വരുന്നതും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് അല്ല. ഇനി കർത്താവ് വരുന്നത് പാപികളെ തേടിയൊന്നുമല്ല. ഇനി വരുന്നത് ശുദ്ധയും നിഷ്കളങ്കയും യാതൊരു മാലിന്യങ്ങളും യേശുക പോലും ചെയ്തിട്ടില്ലാത്ത വെണ്മയും വെടിപ്പുമുള്ള ഒരു മണവാട്ടിയെ തിരക്കിയാണ് അവൻ വരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്ന, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ അതിനുള്ള ഹിൻഡ്രൻസ് ആയിട്ട് നിൽക്കുന്ന എൻ്റെ പ്രത്യക്ഷ പാപങ്ങൾ, എൻ്റെ ഹൃദയത്തിലെ അകൃത്യങ്ങൾ, എൻ്റെ അന്തരംഗത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന പാപത്തിൻ്റെ കണികകൾ, ഇതിനെല്ലാം ഞാൻ എന്ത് ചെയ്തേ പറ്റുള്ളൂ? മാറ്റിയേ പറ്റുള്ളൂ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. നീതിമാന്റെ, എല്ലാവരുടെയും അല്ല, ആരുടെ? നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. എല്ലാവരുടെയും ഒരു പ്രാർത്ഥന ദൈവം കേൾക്കും. കർത്താവെ ക്ഷമിക്കണേ എന്നുള്ള പ്രാർത്ഥന, അത് പാപിക്കും പ്രാർത്ഥിക്കാം, ദൈവം കേൾക്കും. പക്ഷേ ഉത്തരം ലഭിക്കുന്ന ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ആരുടെ പ്രാർത്ഥനയായിരിക്കണം? നീതിമാന്റെ പ്രാർത്ഥനയായിരിക്കണം എന്നോട് മനസ്സിലാക്കണം. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളെ കുറിച്ച് അടുത്തതായിട്ട് നമ്മൾ പറയുമ്പോൾ എന്താണ്? എ ഹാർട്ട് വിത്ത് പാഷൻസ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, യാക്കോബിന്റെ ലേഖനം 4:3, നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് നിങ്ങൾ യാചിക്ക കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. ഈ ഭാഗം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാര്യം ഇത് ഒന്നിച്ച് കിടക്കുന്നൊരു പാസേജാണ്, ഭയങ്കരമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നൊരു പാസേജാണ്. ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് ഇറ്റ്, ബട്ട് സ്റ്റിൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്തിനു വേണ്ടിയാകുന്നു? നിങ്ങളുടെ ഭോഗങ്ങളിൽ, പാഷൻസിൽ ചെലവിടേണ്ടതിനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. എന്താണ് ഈ പാഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്? എന്തുകൊണ്ടാണ് ഭോഗങ്ങൾ എന്ന് പറയുന്നത്? ഭോഗങ്ങൾ എന്ന് പറയുന്നത് പങ്കുവയ്ക്കാത്ത കാര്യങ്ങളെയാണ് ഭോഗേച്ഛകളിൽ എന്ന് പറയുന്നത്. ഐ എം നോട്ട് ഷെയറിങ്, ഐ ഡു ഇറ്റ് ഫോർ മൈസെൽഫ്. ഐ ജസ്റ്റ് നീഡ് ടു സീ ദാറ്റ് ഐ എം എൻജോയിങ്, ഐ ഹാവ് ഇറ്റ്. ഐ നെവർ വോണ്ട് ടു ഷെയർ തിങ്സ് വിത്ത് അതേഴ്സ്. മറ്റൊരാളുമായിട്ട് പങ്കുവയ്ക്കാതിരിക്കാൻ. അപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥനകളെ കുറിച്ച് നോക്കുക. ഞാൻ എന്താണ്, ഇപ്പം സപ്പോസ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഐ നീഡ് എ ഹൗസ്, എനിക്കൊരു വീട് വേണം. തെറ്റായ ഒരു പ്രാർത്ഥനയാണോ? ഒരിക്കലുമല്ല. ഒരു വീട് വേണമെന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായ കാര്യമല്ല. പക്ഷേ കർത്താവേ എനിക്കൊരു വീട് വേണം, എനിക്കൊരു വീട് വേണമെന്ന് പറയുമ്പോൾ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും ഞങ്ങൾക്കൊരു വീട് വേണം, വേറെ ഒറ്റ എണ്ണത്തിന് അതിനകത്ത് കയറ്റത്തില്ല എന്ന് പറയുമ്പോഴും
എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആർക്ക് വേണ്ടിയായി? എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഒരു വീടാണ് ദൈവം തരുന്ന വീട്. ആരെയും കയറ്റാത്ത വീട് ആർക്ക് വേണ്ടിയുള്ളതാണ്? അതാണ് ഭോഗേച്ഛ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വിരുന്ന്. ഇപ്പം യേശു ആണെങ്കിലും ഉണ്ടല്ലോ, യേശു ഭൂമിയിലായിരുന്ന സമയത്ത് എനിക്ക് യേശുവിനെ വലിയ ഇഷ്ടം. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ വിരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം പോകുള്ളൂ. പിന്നെ വീട്ടുകാരെ ആകെപ്പാടെ വിഷമിപ്പിക്കും എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട് തമാശയ്ക്ക്, ഈ കാനാവിൻ്റെ കല്യാണത്തിന് എന്നാ വെള്ളം വീഞ്ഞാക്കേണ്ടി വന്നത്, ഈ വീഞ്ഞ് തീരാൻ കാര്യം എന്നാന്ന്. യേശുവിനെ വിളിച്ചു, ശിഷ്യന്മാരും അവൻ്റെ കൂടെ പോയെന്ന്. ഇവരെല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ വീഞ്ഞ് തീർന്നില്ലെങ്കിൽ എല്ലാം ഉള്ളോ അത്ഭുതം ഇല്ലേ? കാര്യം ഒറ്റയ്ക്കല്ല പോകുന്നത്, ആരുടെ കൂടെ പോകുന്നത്? എല്ലാവരെയും കൂട്ടി, ശിഷ്യന്മാരെ എല്ലാം കൂട്ടി ഇല്ലേ? യേശു ഉള്ളപ്പം പിന്നെ വീഞ്ഞ് പോയാലും തീർന്നാലും കുഴപ്പമില്ല, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിനെ കുറിച്ച് ആളുകൾ പറഞ്ഞു അവൻ തിന്നിയും കുടിയനുമായ മനുഷ്യൻ. അവൻ തിന്നുകയും ചെയ്ത് കുടിക്കുക, അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ഹി വാസ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ഹി വാസ് എൻജോയിങ് ലൈഫ്. എൻജോയിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും അവൻ തന്നെ ഇരുന്ന് തിന്നുകയും കുടിക്കുകയും ഒന്നും ചെയ്തില്ല. ഇതാണ് ഭോഗേച്ഛകളുടെ പ്രത്യേകത. ഭോഗേച്ഛ എനിക്ക് എന്ന് പറയുന്നതാണ്. പക്ഷേ യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം, ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തില്ല? ഭോഗേച്ഛയില്ല, അത് പാഷൻസ് അല്ല, ഞങ്ങൾക്ക്. അപ്പൊ ഇതാണ് ഇതിനകത്തെ ഡിഫറൻസ്. എൻ്റെ പ്രാർത്ഥന എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥമായി ചെലവിടേണ്ടതിനാണെങ്കിൽ ആ പ്രാർത്ഥന നിർവഹിച്ചു തരുവാനായിട്ട് ദൈവത്തിന് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ യാചിക്കുന്നത് നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങളാണ്, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമാണ്. അല്ലാതെ നിങ്ങൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ല, ചെലവിടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. ദാറ്റ് ഈസ് എ ബിഗ് മിസ്റ്റേക്ക്. നമ്മുടെ 90% പ്രാർത്ഥനകളും നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ? ഷെയർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ആരാലോചിക്കുന്നു? ദൈവം ഷെയറിങ്ങിൻ്റെ ദൈവമാണ്. എപ്പോഴും ദൈവം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും നമുക്ക് സമൃദ്ധി ഉണ്ടാകുന്നതിന് ദൈവത്തിന് പ്രശ്നമൊന്നുമില്ല. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ കർത്താവ് നെക്കുറിച്ച് അല്ലെങ്കിൽ കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്ന പൗലോസിൻ്റെ വേദഭാഗത്ത് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഔദാര്യമൊക്കെയും കാണിപ്പാൻ വേണ്ടുന്ന സമൃദ്ധി ഉണ്ടാകുമെന്ന്. സമൃദ്ധി എന്തിനു വേണ്ടി? അപ്പോൾ ഔദാര്യം കാണിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഹാവ് എവറിഥിങ് സോ ദാറ്റ് യു മേ ഷോ ജനറോസിറ്റി. മറ്റുള്ളവരുടെ ഔദാര്യം കാണിക്കാൻ. എനിക്ക് എന്തിനാ ദൈവം പൈസ തരുന്നത്? ജനറോസിറ്റി കാണിക്കാൻ, ഔദാര്യം കാണിക്കാൻ. ആൾക്കാർക്ക് എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയാണ് ദൈവം എനിക്ക് പണം തരുന്നത്. ആൾക്കാർക്ക് വന്ന് താമസിക്കാൻ വേണ്ടിയാണ് ദൈവം എനിക്ക് വീട് തരുന്നത്. ആൾക്കാർക്ക് അവിടെ ഇവിടെയും കൊണ്ടുപോകാൻ വേണ്ടിയാണ് ദൈവം എനിക്ക് കാറ് തരുന്നത്. നമുക്കില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് വലിയ സന്തോഷമാണ്. പണ്ട് റഷ്യയിൽ ഒരു ചോദ്യം ഇതുപോലെ ഉണ്ടായി. റഷ്യയിലെല്ലാം കാര്യങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് വേണ്ടി ആക്കുന്ന ഒരു കാര്യത്തിൽ ഒരാൾ വന്നിട്ട് ഒരു തീപ്പൊരി പ്രസംഗമാണ്. നിങ്ങൾക്ക് 2 ഫാക്ടറി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫാക്ടറി സർക്കാരിന് കൊടുക്കുമോ? അവരെല്ലാവരും കൈവക്കി. നിങ്ങൾക്ക് 2 വീടുകളുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഒരു വീട് സർക്കാരിന് കൊടുക്കുമോ? അവരെല്ലാവരും കൈവക്കി. നിങ്ങൾക്ക് 2 പശു ഉണ്ടെങ്കിൽ ഒരു പശുവിനെ സർക്കാരിന് കൊടുക്കുമോ? ആരും കൈവക്കിയില്ല. കാര്യം അവിടെ ആർക്കും 2 ഫാക്ടറി ഇല്ല, 2 വീടും ഇല്ല, പക്ഷെ 2 പശുവുണ്ട്. നമ്മളെ സ്പർശിക്കാത്ത കാര്യമൊക്കെ പറയുമ്പോൾ കൈവക്കും ഇല്ലേ? പക്ഷേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും എന്തിനു വേണ്ടിയുള്ളതാണ്? ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആലോചിക്കണം, ഷെയർ ചെയ്യാനുള്ള മനസ്സോടുകൂടെയാണോ ഞാൻ കർത്താവിനോടൊരു കാര്യം ചോദിക്കുന്നത്? നമ്മൾ ആലോചിക്കണം. ഷെയർ ചെയ്യാൻ മനസ്സില്ലെങ്കിൽ, അതുകൊണ്ടാണ് യു വിൽ ഹാവ് എവറിഥിങ് സോ ദാറ്റ് യു മേ ഷോ ജനറോസിറ്റി. ഔദാര്യമൊക്കെയും കാണിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകും. ഞാനതിനെയാണ് സമൃദ്ധി എന്ന് കാണുന്നത്. എൻ്റെ ജീവിതത്തിലാണെങ്കിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുള്ളതാണ്, ഒരാൾക്ക് ആവശ്യമുള്ളെന്ന് ഞാൻ തിരിച്ചറിയുന്നതായ സാഹചര്യത്തിൽ അയാളെ സഹായിക്കാൻ എനിക്ക് കഴിയേണ്ടതിന് എൻ്റെ കയ്യിൽ ഉണ്ടാകുന്നതാണ് എന്ത്? സമൃദ്ധി. ഒരുത്തനൊരു 100 രൂപയുടെ ആവശ്യം ഉണ്ടായി, അവൻ്റെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധി, അല്ലെങ്കിൽ 1000 രൂപയുടെ ആവശ്യം ഉണ്ടായി, 10,000 രൂപയുടെ ആവശ്യം ഉണ്ടായെന്ന് വെച്ചു. അന്നേരം കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതാണ് സമൃദ്ധി. അതാണ് സമൃദ്ധി. കാര്യം എനിക്ക് ജനറോസിറ്റി കാണിക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഉണ്ട്, ജനറോസിറ്റി കാണിക്കാനുള്ള വീടുണ്ട്, എൻ്റെ വീട്ടിൽ ആളെ കിടത്താൻ എനിക്ക് സ്ഥലമുണ്ട്. ജനറോസിറ്റി കാണിക്കാനാണ്. എൻ്റെ കാറയിൽ വേറെ 2 പേരെ കൂടെ കയറ്റാൻ എനിക്ക് സ്ഥലമുണ്ട്. ജനറോസിറ്റി കാണിക്കാൻ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണം എന്തായിട്ടാണ് പറയുന്നത്? നിങ്ങളുടെ ഭോഗങ്ങളിൽ
വല്ലാതെ ചിലവിടേണ്ടതിന് നിങ്ങൾ യാചിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും സ്വാർത്ഥമായ പ്രാർത്ഥനയാകരുത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് പറയുന്നത് അതാണ് പ്രധാനം. ഇനി അടുത്തത് എന്താണ്? വിശ്വാസത്തിൻ്റെ അഭാവം. എ ഡൗട്ട്ഫുൾ ഹാർട്ട്. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 11:20 മുതൽ നോക്കുക. ഈ ഭാഗം നമ്മൾ ഒത്തിരി ഉപയോഗിച്ചിട്ടുള്ള ഭാഗമാണ്. കാര്യം വിശ്വസിക്ക് ബ്രദറെ, വിശ്വാസത്തോടു കൂടെ മലയോട് മാറിപ്പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ മല മാറിപ്പോകും. വിശ്വസിക്ക് ബ്രദറെ. ശരിയാണ്, വിശ്വസിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അത് നടക്കും. പക്ഷേ ഇവിടെ പറയുന്ന വേദഭാഗത്തിന്റെ പഞ്ച് എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വാസമുള്ളവൻ ആയിരിക്കും, അല്ലാതെ നിങ്ങളുടെ വിശ്വാസത്തിൽ വിശ്വാസമുള്ളവനായിരിക്കാനല്ല. നമുക്ക് ഇന്നത്തെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയുന്നത് നീ വിശ്വസിക്കുക. എംഫസിസ് എവിടെയാണ്? നീ എന്ന് പറയുന്നതിനകത്താണ്, അല്ലാതെ ദൈവത്തിൽ എന്നുള്ളതല്ല. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവൻ ദൈവികമായ, അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാനുണ്ട്, ദൈവികമായ ലക്ഷ്യത്തോടുകൂടി ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ദാറ്റ് ഹാപ്പൻസ്, നോ ഡൗട്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ദൈവത്തെ ലിമിറ്റ് ചെയ്യുന്നവനായ പത്രോസ്. തലേ ദിവസം ദൈവം എന്ത് ചെയ്തു? ഒരു അത്തിപ്പഴം കൊതിച്ചു. അത്തിപ്പഴം നമുക്കറിയാം, സ്റ്റോറി അറിയാം. അത്തിപ്പഴം കിട്ടിയില്ല, ദൈവം അത്തിയെ ശപിച്ചു. ആ ഭാഗങ്ങളൊക്കെ പോട്ടെ. അങ്ങനെ അത്തിയെ ശപിച്ച് പിറ്റേ ദിവസം വന്നപ്പോൾ അത്തി ഉണങ്ങിയിരിക്കുന്നത് കണ്ടു. അത്തി ഉണങ്ങിയിരിക്കുന്നത് കാണുന്നതും പത്രോസ് 2 ചാട്ടമാണ്. കർത്താവേ, എന്തൊരത്ഭുതം! ഇന്നലെ നീ ശപിച്ച അത്തി കണ്ടില്ലേ, ഇതേണ്ട ഉണങ്ങിയിരിക്കുന്നു. ഹോ, അയ്യോ, എന്തൊരത്ഭുതം! കർത്താവ് പറയുന്നത് അങ്ങനെയൊക്കെയാ എന്നാണ് പറയുന്നത്. കർത്താവ് പറഞ്ഞത്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കർത്താവ് സംസാരിക്കുന്നത് ഇച്ചിരി നമ്മുടെ ലോക്കൽ ഭാഷയിലൊക്കെയാണ് കർത്താവ് സംസാരിക്കുന്നത്. എക്കോയിലൂടെ എന്താണ് പത്രോസ് കിടന്ന് ചാടുന്നത്? ഉണ്ടായില്ല. ദൈവത്തിൽ വിശ്വാസമുള്ളവനായിരിക്കും. ദൈവത്തിൽ വിശ്വാസമുള്ളവനായിട്ടല്ലയോ ഇത്രയും അത്ഭുതമൊക്കെ പറഞ്ഞത്? നമ്മുടെ നോട്ടത്തിൽ വിശ്വാസത്തിന്റെ ഒരു ബഹിർസ്ഫുരണമാണ് എന്ത്? ഓ, ഇത് ആത്തി ഉണങ്ങിയിരിക്കുന്നു, പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയായിട്ടാണ്. പക്ഷെ കർത്താവ് നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. അവന്റെ അവിശ്വാസത്തിന്റെ പ്രതിഫലനമായിട്ടാണ് എക്സൈറ്റ്മെന്റ് എന്നാ പറയുന്നത്. ഇത് വായിച്ചപ്പോൾ ഞാൻ ആദ്യം ഇതെന്തൊരു കഷ്ടമാണ്. അവൻ വളരെ സന്തോഷത്തോടു കൂടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയപ്പോൾ, നമ്മളൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, ക്രൂസൈഡ് കഴിയുമ്പോഴത്തേക്ക് കാല് നേരെ ആയോരെ എല്ലാം വിളിച്ച്, അല്ലെങ്കിൽ കൈ നേരെ ആയോരെ, വയറ്റുവേദന മാറിയോരെ എല്ലാം വിളിച്ച് നമ്മൾ നിർത്തി, എന്താ പറഞ്ഞാട്ടെ, മൈക്ക് പിടിച്ച് അങ്ങോട്ട് പറയിച്ച്, കണ്ടോ ഈ സഹോദരിക്ക് വയറ്റുവേദനയായിരുന്നു, ഇപ്പോൾ വയറ്റുവേദനയില്ല, എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പോൾ എല്ലാവരും ഓ എന്തൊരത്ഭുതം. ഇത് തന്നെ പത്രോസും പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞു മിണ്ടായിരിക്കാൻ. അങ്ങനെയാണ് ഈ ക്രൂസൈഡുകാരോടൊക്കെ കർത്താവ് എത്ര പ്രാവശ്യം പറയണം മിണ്ടായിരിക്കാൻ. എന്നറിയാമോ? ദൈവത്തെ ലിമിറ്റ് ചെയ്യുന്ന ഒരു മനോഭാവമാണിത്. കാര്യം ദൈവത്തിന് അത്തി എന്ന് പറയുന്ന ഒരു വിഷയമല്ല. ദൈവത്തിന് അത്ഭുതങ്ങളില്ല, മനുഷ്യനാണ് അത്ഭുതം. കർത്താവ് പറയുന്ന കാര്യം ഇതാണ്, നീ എന്താ ഈ പറയുന്നത്? വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അതും സംഭവിക്കും. അതിനിടയ്ക്ക് അവർ അത്തിയുടെ കാര്യം പറഞ്ഞോണ്ടോ, വലിയ കാര്യം പറഞ്ഞോണ്ടോ. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും ദൈവത്തിന്റെ കഴിവിനെക്കുറിച്ചും ദൈവത്തിന്റെ കരുതലിനെക്കുറിച്ചും ബോധ്യമില്ലാത്തത് കൊണ്ട് ചില്ലറ കാര്യങ്ങൾ നമ്മൾ ചാടിക്കേറി പറയുമ്പോൾ, ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് പറയണം, എനിക്ക് രാവിലെ നല്ല പനിയായിട്ടാണ് വന്നത്, പക്ഷേ ഇവിടെ ഒന്ന് സംസാരിക്കാൻ പറ്റുമോയെന്ന് അറിഞ്ഞില്ല, എന്നാലും കർത്താവ് ഇത്രയും സഹായിച്ചു, ഇത്രയും സമയം സംസാരിക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വലുതായിട്ടൊന്നും ഫീൽ ചെയ്യാനൊന്നുമില്ല. പക്ഷെ അതേസമയം ഞാൻ പറയുകയാണെന്ന് വെച്ചോ, ഞാൻ വേറൊരാൾ കയറി വന്നിട്ട് പറയുകയാണ്, എന്ത് പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ സാക്ഷ്യം പറയട്ടെ, ഞാൻ 6 കൊല്ലം മുമ്പ് കൃഷ്ണനായരെ കണ്ടു, എനിക്ക് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തു, അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു. കൃഷ്ണനായർ പറഞ്ഞു ഇനി 3 മാസം കൂടെ ജീവിക്കത്തുള്ളെന്ന്. 3 മാസം മാത്രം കൃഷ്ണനായർ എനിക്ക് സമയം തന്നപ്പോൾ ഇതിപ്പോൾ 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് ജീവനുള്ള സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് ഇടയാക്കിയത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്ത് പറയുമ്പോൾ നിങ്ങളെല്ലാം എന്ത് ചെയ്യും? ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഓ, കർത്താവിൻ്റെ ഒരു അത്ഭുതം നോക്കണേ. പനി അന്ന് രാവിലെ എനിക്ക് പനിയായിരുന്നു, കർത്താവ് പനി മാറ്റിയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ ഇത്രയും എക്സൈറ്റഡ് ആകാഞ്ഞ്? ഓ, അത് പനിയല്ല, അതിപ്പോൾ ഒരു പാരസെറ്റമോൾ കഴിച്ചാലും മാറാനുള്ളതേ ഉള്ളൂ. അതുപോലാണോ ക്യാൻസറൊക്കെ? കർത്താവ് പനി മാറ്റുന്ന പോലെയാണോ ബ്രദറെ ക്യാൻസറാ സൗഖ്യമാക്കിയിരിക്കുന്നത്? അതിനെന്താ, കർത്താവിന് പനിയും ക്യാൻസറും എല്ലാം ഒരുപോലെ ഉള്ളൂ. അതറിയാൻ വയ്യാത്തവനാണ് ക്യാൻസർ സൗഖ്യമായെന്ന് പറയുമ്പോഴത്തേക്ക് കിടന്ന് ചാടുന്നത്. പനി മാറിയതിനും ക്യാൻസർ മാറിയതിനും ഒരുപോലെ കർത്താവിന് സ്തോത്രം ചെയ്യണം. കാര്യം രണ്ടും കർത്താവിന്റെ മനസ്സലിവിന്റെ ചിഹ്നമായി അവൻ ചെയ്ത കാര്യങ്ങളാണ്. എന്നോട് മനസ്സലിവ് ഉണ്ടായിരുന്നുകൊണ്ട് എന്റെ പനി മാറ്റി, വേറൊരാളോട് മനസ്സലിവ് ഉണ്ടായിരുന്നുകൊണ്ട് അവന്റെ ക്യാൻസർ മാറ്റി. അപ്പൊ ക്യാൻസർ മാറുമ്പോൾ വലിയ സ്തോത്രവും പനി മാറുമ്പോൾ ചെറിയ സ്തോത്രവും വരുന്നത് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്, ദൈവത്തെ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. ദൈവത്തെ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്.
കരുതിയിടണേ. ഏഴകളെ തിരുഹിതമതുപോൽ കനിവേകളെ ദിനം കരുതിയിടണേ. ഏഴകളെ തിരുഹിതമതുപോൽ കരുണാമയനേ കാൽവരിനാഥ കാരിരും വാണിയിൽ പാടുള്ള നാഥ. കണ്ണുനീർത്തൂകുമ്പോൾ കരളലിയുന്ന കാരുണ്യനാഥ കാൽവരിനാഥ. കണ്ണുനീർത്തൂകുമ്പോൾ കരളലിയുന്ന കാരുണ്യനാഥ കാൽവരിനാഥ. ചങ്കിലെ ചോര തന്നെ രക്ഷിച്ചോ മാറോടു ചേർത്തെന്നെ തോളിലേറ്റും. ചങ്കിലെ ചോര തന്നെ രക്ഷിച്ചോൻ മാറോടു ചേർത്തെന്നെ തോളിലേറ്റും. കരുണാമയനേ കാൽവരിനാഥ കാരിരും വാണിയും പാടുള്ള നാഥ. ആരോരുമില്ലാതെ അലയുന്ന നേരം ആണിപ്പാടുള്ളവൻ അരികെത്തും. ആരോരുമില്ലാതെ അലയുന്ന നേരം ആണിപ്പാടുള്ളവൻ അരികെത്തും. മരുഭൂമിയിൽ ജീവ ഉറവയെ തുറന്നിൻ പ്രാണനെ തണുപ്പിച്ച ജീവനാഥ. മരുഭൂമിയിൽ ജീവ ഉറവയെ തുറന്നിൻ പ്രാണനെ തണുപ്പിച്ച ജീവനാഥ. കരുണാമയനേ കാൽവരിനാഥ കാരിരും വാണിയിൽ പാടുള്ള നാഥ. കരുണാമയനേ കാൽവരിനാഥ കാരിരും വാണിയിൽ പാടുള്ള നാഥ. കനിവേകളെ ദിനം കരുതിയിടണേ. ഏഴകളെ തിരുഹിതമതുപോൽ കനിവേകളെ ദിനം കരുതിയിടണേ. ഏഴകളെ തിരുഹിതമതുപോൽ കരുണാ